Welcome to the another session of research methodology. Today we are going to start with the topic approaches to research. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് അപ്രോച്ചസ് ടു റിസർച്ച്, ഏതൊക്കെയാണ് അപ്രോച്ചസ് ടു റിസർച്ച്, അതുപോലെ തന്നെ റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് അപ്രോച്ചസ് ടു റിസർച്ച്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് എന്നുള്ളത് നോക്കാം. അപ്രോച്ചസ് ടു റിസർച്ച്. എന്താണ് അപ്രോച്ച്? അപ്രോച്ച് ഈസ് ദ വേ ഓഫ് ഡീലിംഗ് എ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം. ഒരു സിറ്റുവേഷനെയോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെയോ നമ്മൾ ഏത് രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്, അതിനെയാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദ റിസർച്ച് അപ്രോച്ച് ഈസ് എ പ്ലാൻ ആൻഡ് പ്രൊസീജിയർ that consist of the steps of broad assumptions to detailed method of data collection, analysis and interpretation. Research approach is a plan and procedure. അതൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറാണ്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ, അനാലിസിസ്, അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ ഇതൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ചില അസംഷൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്ലാൻ ആൻഡ് പ്രൊസീജിയറിനെയാണ് റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദെർഫോർ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം ബീയിങ് അഡ്രസ്ഡ്. അതായത് നമ്മൾ ഏത് റിസർച്ച് പ്രോബ്ലത്തിനെയാണോ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനെയാണോ അഡ്രസ്സ് ചെയ്യുന്നത്, ആ റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എല്ലാ അപ്രോച്ചസും എല്ലാ പ്രോബ്ലത്തിനും സ്യൂട്ടബിൾ ആയിരിക്കില്ല. അതായത് ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കില്ല നമ്മൾ മറ്റൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റൊരു പ്രോബ്ലത്തിനോ അഡ്രസ്സ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. റിസർച്ച് അപ്രോച്ച് ഈസ് ദ വേ യൂസ്ഡ് ഫോർ അറൈവിംഗ് അറ്റ് ജനറലൈസേഷൻ ആൻഡ് വാലിഡ് കൺക്ലൂഷൻ ഇൻ റിസർച്ച്. റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത് ഈ റിസർച്ച് അപ്രോച്ചിൽ കൂടെയാണ് നമ്മളൊരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നതും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ. ആദ്യം നമ്മളൊരു ജനറലൈസേഷനിൽ എത്തിച്ചേരുന്നു, ദെൻ അതിൽ നിന്നും ആ റിസർച്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാലിഡ് കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ അപ്രോച്ചസ് ടു റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് ഡീലിംഗ് എ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം. ദെൻ ഇറ്റ് ഈസ് എ പ്ലാൻ ആൻഡ് പ്രൊസീജിയർ. അതിൽ ഒരുപാട് ഡാറ്റ കളക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ അനാലിസിസ്, അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ, അസംഷൻസ് ഫോർമുലേറ്റ് ചെയ്യുക, ഇതൊക്കെ അടങ്ങുന്ന ഒരു പ്ലാൻ ആൻഡ് പ്രൊസീജിയറാണ് റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനോ പ്രോബ്ലത്തിൻ്റെയോ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എപ്പോഴും നമ്മളൊരു അപ്രോച്ചിനെ സെലക്ട് ചെയ്യുന്നത്. ദെൻ ഈ റിസർച്ച് അപ്രോച്ചിൽ കൂടെയാണ് നമ്മളൊരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നതും റിസർച്ചിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു വാലിഡ് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നതും. ഇനി നമ്മളിപ്പോൾ എന്താണ് അപ്രോച്ച് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ച് അപ്രോച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2. The first one is on the basis of approaches of data collection. Then the second one is approaches of data analysis. On the basis of data collection, the research approach is classified into inductive, deductive and abductive. Then the next classification, approaches of data analysis. It is again classified into quantitative, qualitative and mixed approach. So these are the types of research approaches. The first one is induction. What is induction? It is a method of reasoning, the way in which human beings reasons through an argument. എന്തിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റീസണിങ്. അതൊരു മെത്തേഡ് ഓഫ് റീസണിങ് ആണ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് തിങ്കിങ് ഫോംഡ് on the basis of experiences and observation. ഓരോ ഒബ്സർവേഷൻസിൻ്റെയും അല്ലെങ്കിൽ എക്സ്പീരിയൻസസിൻ്റെയും ബേസിസിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഇറ്റ് ഈസ് ഒരു കൈൻഡ് ഓഫ് തിങ്കിങ് ആണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. The induction method consists of studying several individual cases
ആൻഡ് ഡ്രോയിങ് എ ജനറലൈസേഷൻ. അപ്പോൾ ഇൻഡക്ഷൻ മെത്തേഡിൽ സംഭവിക്കുന്നത് ഒരുപാട് ഇൻഡിവിജ്വൽ കേസസിനെ നമ്മൾ സ്റ്റഡി ചെയ്യും. ദെൻ അതിൽ നിന്നും നമ്മളൊരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഇൻഡിവിജ്വൽ കേസസിനെ സ്റ്റഡി ചെയ്ത് അതിൽ നിന്നും ഒരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നു. Induction makes generalization about the population from analyzing the features of a small sample. അപ്പോൾ ഇൻഡക്ഷനിൽ നമ്മളൊരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ജനറലൈസേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മൾ എൻറ്റയർ പോപ്പുലേഷനെ സ്റ്റഡി ചെയ്തുകൊണ്ടല്ല, പകരം അതിൽ നിന്നും ചില സാമ്പിൾസ്, റാൻഡം സാമ്പിളിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കണ്ടക്ട് സ്റ്റഡി ഓൺ ദ എൻറ്റയർ പോപ്പുലേഷൻ. So we have to select the samples and we have to study the samples, then we have to make the generalization. അപ്പോൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് it is a method of reasoning, then it is a kind of thinking formed on the basis of experiences and observations. ദെൻ ഇൻഡക്ഷനിൽ എന്താ സംഭവിക്കുന്നത്, ഒരുപാട് ഇൻഡിവിജ്വൽ കേസസിനെ സ്റ്റഡി ചെയ്ത് അതിൽ നിന്നും ഒരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്ഷനിൽ നമ്മൾ ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നത് എൻറ്റയർ പോപ്പുലേഷനെ സ്റ്റഡി ചെയ്തുകൊണ്ടല്ല, പകരം സാമ്പിൾസിനെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി ഇൻഡക്ഷനെ പറ്റി പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. മൂവ്സ് ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ചില ഇൻഡിവിജ്വൽ കേസസിനെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ടേം യൂസ് ചെയ്യാൻ കാരണം. ഇറ്റ് മൂവ്സ് ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡക്ഷൻ മെത്തേഡ് ഈസ് ബോട്ടം ടു അപ്പ് ഇൻ നേച്ചർ. അതായത് ഇൻഡക്ഷൻ മെത്തേഡ് ഒരു ബോട്ടം മീൻസ് നമ്മളിവിടെ പറഞ്ഞു ഇൻഡിവിജ്വൽ കേസസിൽ നിന്നും തുടങ്ങി ഒരു ജനറലൈസേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു തിയറി ഫോമുലേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബോട്ടം ടു അപ്പ്. ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റൽ. എന്തുകൊണ്ടാണ് ഇൻഡക്ഷന് ഡെവലപ്മെൻറ്റൽ ആണെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഗ്രോയിങ് ഇൻ ടു എ തിയറി. അതായത് സ്റ്റാർട്ടിങ് ഫ്രം ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആൻഡ് മൂവിങ് ടു സം സ്ട്രോങ് തിയറീസ്. ഒരു ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ നിന്നും തുടങ്ങി നമ്മൾ ചില സ്ട്രോങ് തിയറീസിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെത്തേഡ് ഓഫ് ഡിസ്കവറി. ഇവിടെ എന്തുകൊണ്ടാണ് മെത്തേഡ് ഓഫ് ഡിസ്കവറി എന്ന് പറയുന്നത്? നമ്മൾ പുതിയ കാര്യങ്ങളാണ് നമ്മളവിടെ ഡിസ്കവർ ചെയ്യുന്നത്. ഡിസ്കവറി ഓഫ് ന്യൂ തിങ്സ്. സോ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്കവറി. This does not give 100% guarantee of truth, but probability of being true. ഒരിക്കലും ഇൻഡക്ഷൻ റീസണിങ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് 100% guarantee of truth, but at the same time there is a possibility or there is a probability of being true. 100% guarantee പറയുന്നില്ലെങ്കിലും അത് ട്രൂ ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. സോ ഇൻഡക്ഷൻ ഈസ് മൂവ്സ് ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ. Then it is bottom to up, it is developmental, it is a method of discovery, it does not give 100% guarantee of truth, but there is a probability of being true. Then the next one is നമുക്ക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ക്രോ ഫ്ലൈയിങ്, പാരറ്റ് ഫ്ലൈയിങ്, ഈഗിൾ ഫ്ലൈയിങ്. അപ്പോൾ ഇവിടെ ക്രോ ഫ്ലൈ ചെയ്യുന്നത് പറയുന്നുണ്ട്, പാരറ്റ് ഫ്ലൈ ചെയ്യുന്നത് പറയുന്നുണ്ട്, ഈഗിൾ ഫ്ലൈ ചെയ്യുന്നത് പറയുന്നുണ്ട്. ഓരോരോ ബേർഡ്സും ഫ്ലൈ ചെയ്യുകയാണ്. സോ അതിൽ നിന്നും നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ജനറലൈസേഷനാണ് ഓൾ ബേർഡ്സ് ആർ ഫ്ലൈയിങ്. എല്ലാ ബേർഡ്സും ഫ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പർട്ടിക്കുലർ ടു ജനറൽ എന്നുള്ളത് ഇവിടെ അപ്ലിക്കബിൾ ആണ്. പർട്ടിക്കുലറായിട്ട് പറയുന്നത് ഓരോ ബേർഡ്സിനെ പറ്റി പറഞ്ഞ് അവസാനം നമ്മൾ എന്താക്കുകയാണ്, ഒരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുകയാണ്. ഓൾ ബേർഡ്സ് ആർ ഫ്ലൈയിങ്. ഇനി എവറി ടൈം യു ഈറ്റ് പീനട്ട്സ് യു സ്റ്റാർട്ട് ടു കഫ്. യു ആർ അലർജറ്റിക് ടു പീനട്ട്സ്. ഓരോ തവണ നമ്മൾ പീനട്ട്സ് കഴിക്കുമ്പോഴും നമ്മൾ
കഫ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, കഫ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പർട്ടിക്കുലറാണ്. ഇനി അതിൽ നിന്നും നമ്മൾ എത്തിച്ചേർന്ന ജനറലൈസേഷൻ എന്ന് പറയുന്നത് യു ആർ അലർജറ്റിക് ടു പീനട്സ്. നമുക്ക് പീനട്സ് കഴിച്ചാൽ നമുക്ക് അലർജി ഉണ്ട്, അതാണ് അതിൻ്റെ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എവറി ചിക്കൻ വി ഹാവ് സീൻ ഹാസ് ബീൻ ബ്രൗൺ. നമ്മൾ കാണുന്ന എല്ലാ ചിക്കനും നമുക്കറിയാം, നമ്മൾ പല ഷോപ്പുകളിൽ നിന്ന് നമ്മൾ ചിക്കൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ബ്രൗൺ ആണ്. ഇറ്റ് ഈസ് ബ്രൗൺ ഇൻ കളർ. സോ ദ ജനറലൈസേഷൻ ഈസ് ഓൾ ചിക്കൻസ് ആർ ബ്രൗൺ. എല്ലാ ചിക്കനും എന്താണ്? ബ്രൗൺ ആണ്. സോ ഇറ്റ് ഈസ് ദ ജനറലൈസേഷൻ. Then the next example is the researcher takes the case of 5 companies and found that the sales of that companies increased when advertisement expenditure increased. അപ്പോൾ ഒരു 5 കമ്പനീസിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ റിസർച്ചർക്ക് അതിൽ നിന്നും മനസ്സിലാവുന്നത് മീൻസ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അവിടെ എന്ത് നടക്കുന്നുണ്ട്? കമ്പനിയുടെ സെയിൽസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. So it is particular. Then the generalization is the sales increases when advertisement expenditure increases. Advertisement expenditure increase ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സെയിൽസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ജനറലൈസേഷൻ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിന് ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ 4 സ്റ്റേജസിനെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഇൻഡക്റ്റീവ് കൺക്ലൂഷൻസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് 4 സ്റ്റേജസിൽ കൂടിയാണ്. ഏതൊക്കെയാണ് ആ സ്റ്റേജസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ മീൻസ് കളക്ഷൻ ഓഫ് ഫാക്ട്സ് ഓർ കളക്ഷൻ ഓഫ് ഡാറ്റ ഓർ ഇൻഫോർമേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ദെൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് അനാലിസിസ്. When we finish the collect data, we have to classify the collected data and establish cause and effect relationship. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിൽ നിന്നും കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫറൻസ് ആണ്. അതായത് നമ്മൾ ഒരു ജനറലൈസേഷൻ, ഒരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റേജ് കൺഫർമേഷൻ സ്റ്റേജ് ആണ്. നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഇൻഫറൻസിനെ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്ത് അതിൽ നിന്നും ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് കൺഫർമേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡക്റ്റീവ് കൺക്ലൂഷൻസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് 4 സ്റ്റേജസിൽ കൂടിയാണ്. ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ, ദാറ്റ് മീൻസ് കളക്ഷൻ ഓഫ് ഡാറ്റ. ദെൻ അനാലിസിസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ആൻഡ് ദെൻ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. Third stage is inference, that means the generalization stage. Fourth one is confirmation. We have to test the inferences and formulate a theory. These are the 4 stages of inductive reasoning. Then the next one is condition for induction. ഈ ഇൻഡക്ഷൻ്റെ കുറച്ച് കണ്ടീഷൻസ് ആണ് പറയുന്നത്. First one is observation must be correctly performed and recorded. Data should be accurate. അപ്പോൾ ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എക്സ്പീരിയൻസസിൻ്റെയും ഒബ്സർവേഷൻ്റെയും ഒക്കെ ബേസിസിലാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സോ നമ്മൾ നടത്തുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. മാത്രമല്ല നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻ പ്രോപ്പറായി റെക്കോർഡ് ചെയ്യണം. ആ ഡാറ്റ എങ്ങനെയുള്ളതായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ്. ഒബ്സർവേഷൻ മസ്റ്റ് കവർ റെപ്രസെൻറ്റേറ്റീവ് കേസസ് ഡ്രോൺ ഫ്രം എ സ്പെസിഫിക് യൂണിവേഴ്സ്. ഒരു സ്പെസിഫിക് യൂണിവേഴ്സ്, ദാറ്റ് മീൻസ് ദ പോപ്പുലേഷൻ. ഒരു സ്പെസിഫിക് പോപ്പുലേഷനിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചില സാമ്പിൾസ്, അത് ആ പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കേസസ് ആണ്. സോ ഒബ്സർവേഷൻ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു എൻറ്റയർ പോപ്പുലേഷൻ്റെ മുകളിലല്ല, ആ റെപ്രസെൻറ്റേറ്റീവ് കേസസിൻ്റെ മുകളിലാണ് ഒബ്സർവേഷൻ ചെയ്യേണ്ടത്.
ഒബ്സർവേഷൻ മസ്റ്റ് കവർ ആൻ ആഡ്വക്കേറ്റ് നമ്പർ ഓഫ് കേസസ്. ഒബ്സർവ് ചെയ്യുമ്പോൾ ഓരോ കേസ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും നമുക്കൊരിക്കലും വളരെ കുറച്ച് കേസസ് മാത്രം എടുത്ത് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് എത്രത്തോളം നമ്പർ ഓഫ് കേസസ് ഒബ്സർവ് ചെയ്താലാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ അത്ര തന്നെ ആഡ്വക്കേറ്റ് നമ്പർ ഓഫ് കേസസ് നമ്മൾ ആ ഒബ്സർവേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. കൺക്ലൂഷൻ മസ്റ്റ് ബി കൺഫൈൻഡ് ടു ഇൻഫറൻസസ് ഡ്രോൺ ഫ്രം ദ ഫൈൻഡിങ്സ്. നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ നടത്തി അതിൽ നിന്നും നമ്മൾ കുറച്ച് ഫൈൻഡിങ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ഫൈൻഡിങ്സിൽ നിന്നും നമ്മൾ കുറച്ച് ഇൻഫറൻസസിലേക്ക് എത്തിച്ചേരും. അതിൽ നിന്നുമായിരിക്കണം നമ്മൾ ഈ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഇൻഡക്ഷൻ്റെ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് തിങ് ഈസ് ഒബ്സർവേഷൻ മസ്റ്റ് ബി കറക്റ്റ്ലി പെർഫോംഡ്, then it have to recorded promptly, then the data should be accurate. The observation must cover the representative cases drawn from a specific universe. Third condition, observation must cover the adequate number of cases. Fourth one, the conclusion must be confined to inferences drawn from the findings. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻഡക്റ്റീവ് റീസണിങ്ങിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അതിലത്തെ ഇൻഡക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഡിഡക്ഷൻ. ഡിഡക്ഷൻ ഫോളോസ് ആൻ അപ്രോച്ച് വിച്ച് ഈസ് ടോപ്പ് ഡൗൺ ഓർ ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ. നമ്മൾ ഇൻഡക്ഷനെ പറ്റി പറയുന്ന സമയത്ത് നമ്മളതിൽ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. ഒന്ന്, ഇൻഡക്ഷൻ ഈസ് particular to general, then it is down bottom to up. അങ്ങനെയാണ് നമ്മൾ ഇൻഡക്ഷനെ പറ്റി പറഞ്ഞിരുന്നത്. പക്ഷേ ഡിഡക്ഷൻ ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഇൻഡക്ഷൻ. ദാറ്റ് മീൻസ് ടോപ്പ് ടു ഡൗൺ ആൻഡ് ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ ഇറ്റ് ഈസ് ഡിഡക്ഷൻ. അപ്പോൾ ഡിഡക്ഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ജനറൽ ടു പെർട്ടിക്കുലർ ആണ്, അതുപോലെ തന്നെ ടോപ്പ് ടു ഡൗൺ ആണ്. ഇൻ ഡിഡക്ഷൻ വി സ്റ്റാർട്ട് ഫ്രം എ തിയറി ആൻഡ് ട്രൈ ടു പ്രൂവ് ഇറ്റ് റൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവൈലബിൾ ഇൻഫോർമേഷൻ. ഇൻഡക്ഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഈവൻസിൽ നിന്നും ഒരു തിയറി ഫോമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡിഡക്ഷനിൽ പറയുന്നത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു തിയറിയിൽ നിന്നുമാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു തിയറി ഉണ്ടായിരിക്കും. ദെൻ ആ തിയറി പ്രൂവ് ചെയ്യുക. അത് പ്രൂവ് ചെയ്യാണ് നമുക്കിവിടെ വേണ്ടത്. അത് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള അവൈലബിൾ ഇൻഫോർമേഷൻസിൻ്റെ ബേസിസിൽ ആ തിയറി കറക്റ്റ് ആണോ അല്ലേ എന്ന് പ്രൂവ് ചെയ്യലാണ് ഡിഡക്ഷനിൽ സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് എ റീസണിങ് പ്രോസസ് ഓഫ് applying a generally accepted principle to a specific individual case. അപ്പോൾ ഇൻഡക്ഷനിൽ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില പർട്ടിക്കുലർ കേസസിനെ സ്റ്റഡി ചെയ്ത് ഒരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ റീസണിങ് പ്രോസസ്സ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓൾറെഡി നമുക്കുണ്ട്. ആ ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസിനെ ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വൽ കേസസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഡിഡക്ഷൻ ഈസ് ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ ആൻഡ് ടോപ്പ് ടു ബോട്ടം ഓർ ഡൗൺ. ഇൻ ഡിഡക്ഷൻ വി സ്റ്റാർട്ട് ഫ്രം എ തിയറി ആൻഡ് ട്രൈ ടു പ്രൂവ് ഇറ്റ് റൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവൈലബിൾ ഇൻഫോർമേഷൻ. നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു തിയറിയിൽ നിന്നാണ്. ദെൻ നമ്മൾ ആ തിയറി റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ്റെ ബേസിസിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് എ റീസണിങ് പ്രോസസ് ഓഫ് അപ്ലൈയിങ് എ ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ടു എ സ്പെസിഫിക് ഇൻഡിവിജ്വൽ കേസ്. ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വൽ കേസിൽ നമ്മൾ ഓൾറെഡി നമുക്ക് ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് അപ്ലൈ ചെയ്യുന്ന ഒരു റീസണിങ് പ്രോസസ്സാണ് ഡിഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഇൻഡക്ഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഡക്ഷനെ പറ്റി പറയാനുള്ളത്, ഡിഡക്ഷൻ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. ഇൻഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് 4 സ്റ്റേജസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് തിയറി. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളെപ്പോഴും ഒരു തിയറിയിൽ നിന്നുമാണ് ഡിഡക്ഷൻ റീസണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ തിയറി.
Then the next stage is formulating and testing hypothesis. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത് നമ്മൾ ചില ഹൈപ്പോത്തസിസ് ഫോമുലേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് സ്റ്റേജിൽ മെഷർമെൻറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഒബ്സർവേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഔട്ട്കമ്മിനെ നമ്മളിവിടെ എക്സാമിൻ ചെയ്യും. അതാണ് തേർഡ് സ്റ്റേജിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഈസ് കൺഫർമേഷൻ, റിജക്ഷൻ ഓൺ മോഡിഫിക്കേഷൻ ഓഫ് എ തിയറി. നമുക്ക് ഓൾറെഡി ഒരു തിയറി ഉണ്ട്, ആ തിയറി നമ്മൾ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. സോ നമുക്ക് ഒന്നുകിൽ അത് കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ നമുക്കത് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ തിയറിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ നമുക്ക് വരുത്താം. അപ്പോൾ ഡിഡക്ഷൻ്റെ 4 സ്റ്റേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ദ തിയറി, അതായത് ദാറ്റ് മീൻസ് സ്റ്റാർട്ട് ഫ്രം എ തിയറി, ദെൻ ഫോമുലേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്, then the measurement of observation, the last one is confirmation. റൈറ്റ് ആണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം, റോങ് ആണെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇഫ് വി വാണ്ട് ദെൻ വി ക്യാൻ മോഡിഫൈ ദാറ്റ് തിയറി. ദാറ്റ് ഈസ് ദ 4 സ്റ്റേജസ് ഓഫ് ഡിഡക്ഷൻ. ദെൻ നമുക്ക് എന്താണ് ഈ ഡിഡക്റ്റീവ് റീസണിങ്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് പരിശോധിക്കാം. The first one is all planets revolve around sun. എല്ലാ പ്ലാനറ്റ്സും സണ്ണിനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അതൊരു മേജർ പ്രെമിസാണ്. അപ്പോൾ ഇവിടെ എർത്ത് ഈസ് എ പ്ലാനറ്റ്. എർത്ത് എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റാണ്. സോ ഇറ്റ് ഈസ് എ മൈനർ പ്രെമിസ്. ദെർഫോർ ദ എർത്ത് റിവോൾവ് അറൗണ്ട് ദ സൺ. അതാണ് നമ്മൾ എത്തിച്ചേരുന്ന കൺക്ലൂഷൻ. എർത്ത് ഒരു പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ എർത്ത് സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. അതാണ് നമ്മളുടെ കൺക്ലൂഷൻ. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് ഓൾ പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ. ഇനി നമ്മളുടെ കൺക്ലൂഷൻ നമ്മൾ എത്തിച്ചേരുന്നത് എന്തിലേക്കാണ്? ദ എർത്ത് റിവോൾവ് അറൗണ്ട് ദ സൺ. അതാണ് നമ്മളുടെ കൺക്ലൂഷൻ. സെക്കൻഡ് എക്സാമ്പിളിൽ പറയുന്നത് ഓൾ മെൻ ആർ മോർട്ടൽ. എല്ലാ ആളുകളും മരണത്തിന് വിധേയരാണ്. രാമു ഈസ് എ മാൻ. രാമു ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? രാമു ഈസ് മോർട്ടൽ. രാമു മനുഷ്യനായതുകൊണ്ട് തന്നെ രാമു എന്താണ്? മോർട്ടലാണ്. അതാണ് കൺക്ലൂഷൻ. ദെൻ ദ തേർഡ് എക്സാമ്പിൾ ഈസ് കോളേജ് സ്റ്റുഡൻസ് ആർ അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺസ് ആൻഡ് ഇൻ്റർനെറ്റ്. കോളേജ് സ്റ്റുഡൻസ് ഒക്കെ എന്താണ്? മൊബൈൽ ഫോൺസിനും ഇൻ്റർനെറ്റിനും അഡിക്റ്റാണ്. അതൊരു ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിളാണ്. ഇനി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആർ കോളേജ് സ്റ്റുഡൻസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ അവർ കോളേജ് സ്റ്റുഡൻസ് തന്നെയാണ്. ദെൻ ദ കൺക്ലൂഷൻ ഈസ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആർ അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺ ആൻഡ് ഇൻ്റർനെറ്റ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒക്കെ എന്താണ്? മൊബൈൽ ഫോൺസിനും ഇൻ്റർനെറ്റിനും അഡിക്റ്റാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് എന്താണ് ഡിഡക്റ്റീവ് റീസണിങ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസാണ്. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി ഇൻഡക്റ്റീവ് റിസർച്ച് എന്താണെന്നും ഡിഡക്റ്റീവ് റിസർച്ച് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് റിസർച്ച് ആൻഡ് ഡിഡക്റ്റീവ് റിസർച്ചാണ്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, നമ്മൾ അതിൻ്റെ പർപ്പസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഇൻഡക്റ്റീവ് റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആൻ ഇൻഡക്റ്റീവ് അപ്രോച്ച് ഈസ് കൺസേൺഡ് വിത്ത് ജനറേഷൻ ഓഫ് ന്യൂ തിയറി എമർജിങ് ഫ്രം ദ ഡാറ്റ. നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലറിൽ നിന്നും ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ ടു ജനറലാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മളിവിടെ ഇൻഡക്റ്റീവ് അപ്രോച്ചിൽ നടക്കുന്നത് നമ്മളൊരു ന്യൂ തിയറി ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരലാണ് ഇൻഡക്റ്റീവ് റിസർച്ചിൽ നടക്കുന്നത്. ഡിഡക്റ്റീവ് റിസർച്ചിലാണെന്നുണ്ടെങ്കിൽ അവിടെ എ ഡിഡക്റ്റീവ് അപ്രോച്ച് ഈസ് എയിംഡ് ടു ടെസ്റ്റിംഗ് തിയറി. ആ ഒരു തിയറി വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് അത് ടെസ്റ്റ് ചെയ്യലാണ് ഡിഡക്റ്റീവ് റിസർച്ചിൽ നടക്കുന്നത്. ദ സെക്കൻഡ് ഡിഫറൻസ് ഈസ് സ്റ്റാർട്ട് ആൻഡ്. ദാറ്റ് മീൻസ് ഇൻഡക്റ്റീവ് റിസർച്ച് സ്റ്റാർട്ട് വിത്ത് ഒബ്സർവേഷൻ ആൻഡ് എൻഡ് റിസൾട്ട്സ് ഈസ് തിയറി. ഇൻഡക്റ്റീവ് റിസർച്ച് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസസിൽ കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ യു ഹാവ് ടു ഡിസ്കവർ എ ന്യൂ തിയറി. ഡിഡക്റ്റീവ് റിസർച്ച്
ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ പ്രൊപ്പോസിഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. നമ്മൾ പറഞ്ഞു ഹൈപ്പോത്തസിസ് ഒക്കെ നമ്മൾ ഫോമുലേറ്റ് ചെയ്യും. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഹൈപ്പോത്തസിസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളുടെ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് വി ക്യാൻ കൺഫേം. ഇഫ് ഇറ്റ് ഈസ് റോങ് വി ക്യാൻ reject. Otherwise, we can modify the theory. Then the hypothesis. In deductive research, there is no formulation of hypothesis. In deductive research, there is specific hypothesis. Then on the basis of structure, inductive research is less structured. കാരണം അവിടെ ഒരു ഗൈഡിങ് ഫാക്ടർ ഇല്ല, അത്രമാത്രം സ്ട്രക്ചേർഡ് അല്ല ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി സ്ട്രക്ചേർഡ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾക്ക് ഒരു ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അത് കൺഫേം ചെയ്യണോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണോ, നമുക്കൊരു സ്പെസിഫിക് എയിം ഉണ്ട്. സോ ഇറ്റ് ഈസ് ഹൈലി സ്ട്രക്ചേർഡ്. ഓൺ ദി ബേസിസ് ഓഫ് സാമ്പിൾ, സ്മോൾ നമ്പർ ഓഫ് സാമ്പിൾസ് ആർ അനലൈസ്ഡ് വിത്ത് ഗ്രേറ്റർ ഗ്രാവിറ്റി. നമുക്ക് ഇൻഡക്റ്റീവ് റിസർച്ച് ആണെങ്കിൽ കുറച്ച് സാമ്പിൾസ് മാത്രം നമുക്ക് മതിയാവും. അതേസമയം ഡിഡക്റ്റീവ് റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് അനലൈസ് ചെയ്യുന്നത്. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് ഡയറക്ഷൻ, ഇൻഡക്റ്റീവ് റിസർച്ച് നമ്മൾ പറഞ്ഞു ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ബോട്ടം ടു അപ്പ് അപ്രോച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻഡക്റ്റീവ് റിസർച്ച് ഇറ്റ് ഈസ് ടോപ്പ് ടു ഡൗൺ അപ്രോച്ച്. അതർവൈസ് ഇറ്റ് ഈസ് particular to general. On the basis of method, in inductive research it is developmental. There is a discovery of new theory, so it is a method of discovery. But in deductive research it is a method of verification. നമ്മൾ പറഞ്ഞ പോലെ ഡിഡക്റ്റീവ് റിസർച്ചിൽ നമ്മളത് വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് അത് വെരിഫൈ ചെയ്യലാണ് ഡിഡക്റ്റീവ് റിസർച്ചിൽ നടക്കുന്നത്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് റിസർച്ച് ആൻഡ് ഡിഡക്റ്റീവ് റിസർച്ച്. വൺസ് അഗെയിൻ, ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, ഇൻ ഡിഡക്റ്റീവ് റിസർച്ച് ഇറ്റ് ഈസ് എ ജനറേഷൻ ഓഫ് ന്യൂ തിയറി. ഡിഡക്റ്റീവ് റിസർച്ച് ഇറ്റ് ഈസ് എ ടെസ്റ്റിംഗ് ഓഫ് തിയറി. സ്റ്റാർട്ട് ആൻഡ് in deductive research it start with observation and the end result is theory. In deductive research it start with hypothesis and end result is whether the research is confirm or reject. On the basis of hypothesis, in deductive research there is no hypothesis. In deductive research there is a specific hypothesis. On the basis of structure, inductive research is less structured but deductive research is highly structured. On the basis of sample, small number of samples are required in inductive research but large number of samples are required in deductive research. On the basis of direction, deductive research is bottom to up approach. Otherwise it is general to particular. But in the case of deductive approach, it is top to down approach. Otherwise it is particular to general. On the basis of method, inductive research is a method of discovery but deductive research is a method of verification. So these are the difference between inductive research and deductive research. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഡക്ഷനും ഡിഡക്ഷനും ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ തേർഡ് റീസണിംഗ് ആണ് അബ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് അബ്ഡക്റ്റീവ് റീസണിംഗ്? Abductive reasoning involves deciding what the most likely inference that can be made from a set of observations. ഒരു കൂട്ടം ഒബ്സർവേഷൻ, കുറേ ഒബ്സർവേഷൻ നടത്തിയിട്ട് നമുക്ക് അതിൽ നിന്നും എന്തൊക്കെ ഇൻഫറൻസസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് അബ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ഒബ്സർവേഷൻ നടത്തി ഏറ്റവും നല്ല ഒരു ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഏതായിരിക്കണം ഏറ്റവും നല്ല ഇൻഫറൻസ് എന്ന് അത് ഡിസൈഡ് ചെയ്യുന്ന ഒരു റീസണിംഗ് ആണ് അബ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലോജിക്കൽ ഇൻഫറൻസ് ഇൻ വിച്ച് ആൻ ഒബ്സർവേഷൻ ഓർ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആർ
taken to find the most likely conclusion. So it is a form of logical inference. അതൊരു ലോജിക്കൽ ഇൻഫറൻസ് ആണ്. ഒരു ഒബ്സർവേഷനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒബ്സർവേഷനോ അതൊക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഏറ്റവും നല്ലൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ. എക്സാമ്പിൾ, ഒബ്സർവേഷൻ. The grass outside my window was wet when I woke up this morning. നമ്മൾ നടത്തിയ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വിൻഡോൻ്റെ അടുത്തുള്ള ഗ്രാസൊക്കെ നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അതൊക്കെ വെറ്റായിട്ടിരിക്കുന്നു. അതാണ് നമ്മളുടെ ഒബ്സർവേഷൻ. അതിൽ നമുക്കറിയാവുന്ന നോൺ ഫാക്റ്റ് എന്ന് പറയുന്നത് റെയിൻ ഇൻ ദ നൈറ്റ് ക്യാൻ മേക്ക് ഗ്രാസ് വെറ്റ്. നമുക്കറിയാം രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ രാവിലെ ഗ്രാസൊക്കെ പുല്ലൊക്കെ വെറ്റായിട്ടിരിക്കും. അത് നമുക്കറിയാവുന്നൊരു ഫാക്റ്റാണ്. അബ്ജക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറയുന്നത് ദർ വാസ് പ്രോബബ്ലി റെയിൻ ഇൻ ദ നൈറ്റ്. രാത്രി മഴ പെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് അബ്ജക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അബ്ജക്റ്റീവ് റീസണിങ് മീൻസ് it involves deciding what the most likely inference that can be made from a set of observation. അപ്പോൾ ഒബ്സർവേഷനിൽ നിന്നും ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള മോസ്റ്റ് ലൈക്ലി ഇൻഫറൻസിലേക്ക് ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു റീസണിങ് പ്രോസസ്സാണ് അബ്ജക്റ്റീവ് റീസണിങ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ. അത് ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. സോ when we have to discuss about the types of research approach, the first classification on the basis of approach of data collection, there is inductive, deductive and abductive. അപ്പോൾ ഈ മൂന്ന് റീസണിങ്ങും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ വി ക്യാൻ മൂവ് ടു ദ അനദർ ക്ലാസിഫിക്കേഷൻ, അപ്രോച്ചസ് ഓഫ് ഡാറ്റ അനാലിസിസ്. ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് മിക്സഡ്. സോ the first one is quantitative approach. What is quantitative approach? Quantitative approach means it is a systematic investigation by gathering numerical data and performing statistical methods to analyze the data and interpret the result. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ. അതിൽ നമ്മൾ ഒരുപാട് ന്യൂമറിക്കൽ ഡാറ്റാസ് നമ്മൾ അതിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റാസിനെയൊക്കെ നമ്മൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യും. ദെൻ അതിൽ നിന്നും നമ്മൾ ഇൻറ്റർപ്രിറ്റേഷൻ നടത്തി ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. So it is a systematic investigation by gathering numerical data. So it is very important, gathering numerical data and performing statistical methods to analyze the data and interpret the result. The quantitative research focus on gathering and analyzing numerical data. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം നമ്മളവിടെ ഗ്യാദർ ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും ന്യൂമറിക്കൽ ഡാറ്റയായിരിക്കും. Quantitative research is often deductive in nature. Quantitative approach എപ്പോഴും deductive ആണ്. Most of the research designs are descriptive and experimental. Quantitative approach ഒക്കെ എങ്ങനെയായിരിക്കും? Descriptive ആയിരിക്കും and it will be experimental. So quantitative approach, it is a systematic investigation by gathering numerical data and performing statistical methods to analyze the data and interpret the results. Then quantitative research focus on gathering and analyzing the numerical data. It is deductive and it is descriptive and experimental. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ പറയാനുള്ളത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഫീച്ചേഴ്സ്, the first thing is the data is usually gathered using structured research instruments. അപ്പോൾ നമ്മളിവിടെ ഡാറ്റയൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇപ്പോൾ സ്ട്രക്ചേർഡ് റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ക്വസ്റ്റ്നെയർ, ഇൻവെൻട്രി ഷെഡ്യൂൾ, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സെക്കൻഡ് തിങ്, the results are based on sample that are representative of the population.
ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ എൻറ്റയർ പോപ്പുലേഷൻ സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ നമ്മൾ അതിൽ നിന്നും സാമ്പിൾസ്, അതായത് റെപ്രസെൻറ്റേറ്റീവ്സിനെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ദ റിസർച്ച് സ്റ്റഡി ക്യാൻ യൂഷ്വലി ബി റിപ്ലിക്കേറ്റഡ് ഓർ റിപ്പീറ്റഡ്. റിപ്ലിക്കേറ്റഡ് ഓർ റിപ്പീറ്റഡ് എന്ന് പറയുന്നത് the same study can be repeated by another person or the same person in another time. അതുകൊണ്ടാണ് അതിനെ റിപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സെയിം സ്റ്റഡി തന്നെ വേറൊരാൾക്കും റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം പേഴ്സണ് തന്നെ മറ്റൊരു ടൈമിലും ചെയ്യാം. സോ ഇറ്റ് ഈസ് റിപ്ലിക്കേറ്റഡ്. റിസർച്ചർ ഹാസ് എ ക്ലിയർലി ഡിഫൈൻഡ് റിസർച്ച് ക്വസ്റ്റ്യൻസ്. റിസർച്ചറുടെ കയ്യിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. All aspects of the study are carefully designed before data is collected. ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും, സ്റ്റഡിയുടെ എല്ലാ ആസ്പെക്ട്സും നമ്മൾ കെയർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡാറ്റ ആർ ഇൻ ദ ഫോം ഓഫ് നമ്പേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, സോ ദ ഡാറ്റ ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് നമ്പേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. It used to generalize concepts, predict future results or investigate causal relationship. അപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മൾ കോൺസെപ്റ്റുകളിനെ ജനറലൈസ് ചെയ്യും, ഫ്യൂച്ചർ റിസൾട്ട്സ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ കാഷ്വൽ റിലേഷൻഷിപ്പിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആർ യൂസ്ഡ് ടു അനലൈസ് ദ ഡാറ്റ ആൻഡ് ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്സ്. നമ്മളിവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ അനലൈസ് ചെയ്യുന്നതും നമ്മൾ ആ റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഡാറ്റ ഈസ് യൂഷ്വലി ഗാതേർഡ് യൂസിങ് സ്ട്രക്ചേർഡ് റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ്സ്. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സാമ്പിൾസ് ദാറ്റ് ആർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ പോപ്പുലേഷൻ. ദ റിസർച്ച് സ്റ്റഡി ക്യാൻ യൂഷ്വലി ബി റിപ്ലിക്കേറ്റഡ് ഓർ റിപ്പീറ്റഡ്. റിസർച്ചർ ഹാസ് എ ക്ലിയർലി ഡിഫൈൻഡ് റിസർച്ച് ക്വസ്റ്റ്യൻസ്. All aspects of the study are carefully designed before the data is collected. The data should be in the form of numbers and statistics. It is used to generalize concepts, predict the future results or investigate the causal relationship. Statistical tools are used to analyze the data and interpret the results. These are the features of quantitative research. Again, the next approach is qualitative approach. What is qualitative approach? It is about recording, analyzing and attempting to uncover the deeper meaning and significance of human behavior and experience, including contradictory beliefs, behaviors and emotions. അപ്പോൾ ഇവിടെ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിൽ നമ്മൾ പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ബിലീവ്സ്, ബിഹേവിയർ, ഇമോഷൻസ് ഇതൊക്കെ ഇവിടെ നമുക്ക് ഒരിക്കലും ഒരു ന്യൂമറിക്കൽ വാല്യൂവിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. So it is about recording, analyzing and attempting to uncover the deeper meaning and significance of human being and experience. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്, അവരുടെ ബിലീഫ്സ്, ബിഹേവിയർ ഇതൊന്നും നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല. സോ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഒന്ന് അൺകവർ ചെയ്യുക, അതിനുള്ള ഒരു ശ്രമമാണ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. The approach adopted by qualitative researchers tend to be inductive. ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ ഡിഡക്റ്റീവ് ആണെന്ന് പറഞ്ഞു, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആണ്. നെക്സ്റ്റ്, ക്വാളിറ്റേറ്റീവ് റിസർച്ചേഴ്സ് ഡു നോട്ട് ബേസ് ദെയർ റിസർച്ച് ഓൺ പ്രീ ഡിറ്റർമിൻഡ് ഹൈപ്പോത്തസിസ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിൽ ഒരു പ്രീ ഡിറ്റർമിൻഡ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പില്ല. ഹൈപ്പോത്തസിസ് ഒന്നും നമ്മളിവിടെ ഫോർമുലേറ്റ് ചെയ്യുകയോ അത് ടെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. സോ ക്വാളിറ്റേറ്റീവ് റിസർച്ചേഴ്സ് ഒരിക്കലും റിസർച്ച് വർക്ക് ചെയ്യുന്നത് ഈ ഹൈപ്പോത്തസിസിൻ്റെ ബേസിസിലല്ല. ഡാറ്റ ഈസ് കളക്റ്റഡ് ഇൻ ടെക്സ്ച്വൽ ഫോം ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ദ പാർട്ടിസിപ്പൻസ്. ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതായത് നമുക്കറിയാം ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷനും അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടൊക്കെയാണ്. സോ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഇറ്റ് ഈസ് കളക്റ്റഡ് ഇൻ ടെക്സ്ച്വൽ ഫോം.
Data collection may be carried out in several stages rather than once and for all. ഡാറ്റ കളക്ഷൻ നടത്തുന്നത് പല പല സ്റ്റേജസ് ആയിട്ടാണ്. ഒറ്റയടിക്കല്ല ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ ഡാറ്റ കളക്ഷൻ പല പല സ്റ്റേജുകളിലാണ് നടത്തുന്നത്. സോ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് it is about recording, analyzing and attempting to uncover the deeper meaning and significance of human behavior and experience. Then the approach adopted by qualitative researchers is inductive. Qualitative researchers do not base their research on predetermined hypothesis. Data is collected in textual form. Then the data collection may be carried out in several stages rather than once and for all. So it is qualitative approach. Then the next one is, the last classification is mixed approach or pragmatic. What is mixed approach? In mixed approach, it uses the method which appears best suited to the research problem. അപ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അതാണ് മിക്സഡ് അപ്രോച്ചിൽ യൂസ് ചെയ്യുന്നത്. It grants the freedom to use any of the method, technique and procedures typically associated with quantitative or qualitative research. ക്വാളിറ്റേറ്റീവ് ആയിക്കോട്ടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിക്കോട്ടെ ഏത് മെത്തേഡും ടെക്നിക്കോ അല്ലെങ്കിൽ ഏത് പ്രൊസീജിയറോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം മിക്സഡ് അപ്രോച്ചിലുണ്ട്. Quantitative and qualitative methods can be used simultaneously or one after the other. മിക്സഡ് അപ്രോച്ചിൽ ക്വാണ്ടിറ്റേറ്റീവോ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവോ മെത്തേഡ്സ് നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട്, ദാറ്റ് മീൻസ് അറ്റ് ദ സെയിം ടൈം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതല്ല ഒന്നിന് ശേഷം മറ്റൊന്നായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. സോ ദീസ് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് മിക്സഡ് അപ്രോച്ച്. ദ ഫസ്റ്റ് തിങ് ഈസ് it uses the method which appears best suited to the research problem. Then it grants the freedom to use any of the method, technique and procedures. Then qualitative or quantitative methods can be used simultaneously or one after the other. So these are the classification of research approaches. So നമ്മൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്രോച്ചസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹേർഡിൽസ് ഫേസ്ഡ് ബൈ ദി റിസർച്ചേഴ്സ്. ഒരു റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ റിസർച്ചേഴ്സിന് എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹേർഡിൽസ് ഫേസ്ഡ് ബൈ റിസർച്ചേഴ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് നോളജ് ഇൻ റിസർച്ച് മെത്തേഡ്സ്. പല റിസർച്ചേഴ്സിനും റിസർച്ച് മെത്തേഡ്സിനെ പറ്റി സഫിഷ്യൻറ്റ് നോളജ് ഇല്ല എന്നുള്ളത് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. റിസർച്ച് മെത്തഡോളജിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി അത്യാവശ്യമാണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഷോർട്ട് ടേം കോഴ്സസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ ഫസ്റ്റ് പ്രോബ്ലം ഈസ് ലാക്ക് ഓഫ് നോളജ് ഇൻ റിസർച്ച് മെത്തേഡ്. സെക്കൻഡ് പ്രോബ്ലം ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് മെറ്റീരിയൽ. മെനി ഓർഗനൈസേഷൻസ് ആർ not ready to provide the information to the researchers because they believe that if they provide any information it will be misutilized. So they are reluctant to reveal the information. The third problem, no code of conduct of researchers. ഇന്റർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ തമ്മിൽ റൈവൽറീസ് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്. സോ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത് റിസർച്ചേഴ്സിന് അത്യാവശ്യമാണ്. ദെൻ ദ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ബിസിനസ് യൂണിറ്റ്സ്. ഒരു നല്ല റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ഒക്കെ തമ്മിൽ പ്രോപ്പറായിട്ടുള്ള ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സാറ്റിസ്ഫാക്ടറി കണക്ഷൻ അവിടെ അത്യാവശ്യമാണ്. അത് ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നെക്സ്റ്റ്, അപ്രോച്ച് ഓഫ് അഡ്വൈസേഴ്സ്. നമ്മളൊരു റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഗൈഡിനെ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു റൈറ്റ് അഡ്വൈസറിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിസർച്ച് വർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഫാക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫാക്കൽറ്റി മെമ്പേഴ്സിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട്
നമ്മൾ അവരോട് നമ്മളുടെ ഗൈഡ് ആവാനായിട്ട് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഗൈഡായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ അവരുടെ റിസർച്ചേഴ്സിൻ്റെ കാസ്റ്റ്, റിലീജിയൻ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അവരെ സെലക്ട് ചെയ്യുന്നത്. സോ അഡ്വൈസേഴ്സ്, നമുക്ക് നല്ല അഡ്വൈസേഴ്സിനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളി ഒരു ഹൈ ക്വാളിറ്റിയിൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ ദ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ആബ്സെൻസ് ഓഫ് പ്രോപ്പർ ഗൈഡ്. അപ്പോൾ റിസർച്ചേഴ്സ്, നമ്മൾ പറഞ്ഞു ഗൈഡൻസ് അത്യാവശ്യമാണ് ഒരു റിസർച്ച് വർക്ക് ചെയ്യുമ്പോൾ. നമുക്കൊരു ഗൈഡ് അത്രത്തോളം അത്യാവശ്യമാണ്. അപ്പോൾ റിസർച്ച് ഗൈഡായിട്ട് നിൽക്കുന്ന ഈ പ്രൊഫസേഴ്സ് അവർ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് തന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആ റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ഹൈ ക്വാളിറ്റിയിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് അവരുടെ ഭാഗത്തു നിന്നില്ലെങ്കിൽ അത് നമ്മളുടെ റിസർച്ച് വർക്കിനെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് പ്രോബ്ലം, നോൺ അവൈലബിലിറ്റി ഓഫ് ന്യൂ ഡാറ്റ. അപ്പോൾ പല ലൈബ്രറീസിലും അവർ ഇൻഫോർമേഷൻ, പുതിയ റെലവൻ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും കളക്ട് ചെയ്യുന്നതിൽ അത്രത്തോളം ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ല. സോ റിസർച്ചേഴ്സ് എപ്പോഴും ഡാറ്റ കളക്ഷന് വേണ്ടി ലൈബ്രറീസിനൊക്കെ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പുതിയ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ അത് നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈബ്രറി ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ പലപ്പോഴും ഈ ലൈബ്രറി അതോറിറ്റീസ് ഒന്നും റിസർച്ചേഴ്സിനായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യാറില്ല. അവർ വേണ്ട റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ്, അതായത് റിസർച്ച് വർക്കിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കാനായിട്ട് പലപ്പോഴും ലൈബ്രറിയൻ തയ്യാറാവാറില്ല. അതൊരു പ്രശ്നമാണ്. നെക്സ്റ്റ് വൺ ഈസ് നോൺ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്. അപ്പോൾ ഒരു റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ സഫിഷ്യൻറ്റ് ഫണ്ട് അറേഞ്ച് ചെയ്യാനായിട്ട് റിസർച്ചേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. ദ ലാസ്റ്റ് പ്രോബ്ലം ഈസ് ലാക്ക് ഓഫ് നോളജ് അബൌട്ട് അനലിറ്റിക്കൽ ടൂൾസ്. അപ്പോൾ റിസർച്ചേഴ്സ് നോർമലി ഡാറ്റ കളക്ട് ചെയ്യും, പക്ഷേ അവർക്കൊരിക്കലും ഈ അനലിറ്റിക്കൽ ടൂൾസിനെ പറ്റി സഫിഷ്യൻറ്റ് നോളജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി ആ ഡാറ്റേനെ അനലൈസ് ചെയ്യാൻ പറ്റാറില്ല. അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. So these are the problems faced by the researchers while conducting the research work. The first one is lack of knowledge in research method, lack of sufficient material, no code of conduct for researchers, lack of coordination between research departments and business units, approach of advisors, absence of proper guide, non-availability of new data, attitude of library department, non-availability of funds, and the last one, lack of knowledge about analytical tools. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അപ്രോച്ചസ് ടു റിസർച്ച്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു റിസർച്ചർ ഫേസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.